യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 1 Corinthians 9:26 ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. വിശ്വാസി ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ശാരീരിക നിയന്ത്രണവും അതുപോലെയുള്ള ആത്മസംയമനങ്ങളും പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി സഭ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? എല്ലാവരെയും നേടിയ ഞാൻ തന്നെ വീണു പോകാതിരിക്കാൻ വേണ്ടി അപ്പോസ്തലൻ വ്യക്തിപരമായ ജീവിതത്തിൽ നിർവഹിക്കുന്ന സത്യസന്ധമായ ആധ്യാത്മികതയാണ് ആദിമസഭ നമുക്ക് കൈമാറി നൽകണത്. അതായത് എപ്പോഴും ആത്മസംയമനവും ശാരീരിക സംയമനവും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ട്, പ്രാർത്ഥനാ ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. നമ്മളെ അതിൽ നിന്ന് അടർത്തിയിട്ട് എന്തും ആകാം, ആരുമായിട്ടും ആകാം, ഗേ സെക്സും ആകാം, സ്വയംഭോഗമാകാം, വ്യഭിചാരമാകാം. ഇതെങ്ങനെ കയറൂരി വിട്ടിരിക്കണ പോലെയുള്ള പ്രതീതിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കണത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിശ്വാസിക്കൊരു അങ്കലാപ്പുണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പൗലോസപ്പോസ്തലൻ പറഞ്ഞ കണ്ടില്ലേ, ഞങ്ങൾ ഇടിക്കുന്നത് വായുവിലല്ലെന്ന്, മൂക്കിന് നോക്കിയാൽ ഇടിക്കണം. ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നേറുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താ? നിത്യതയാണ്. നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഈ ജീവിതവും വരും, നിത്യജീവിതവും വരും. ആ നിത്യജീവൻ നേടാൻ വേണ്ടിയാണ് പലപ്പോഴും ഇതുപോലെയുള്ള ആത്മസംയമനങ്ങളും പരിത്യാഗ പ്രവർത്തികളും. ആത്മാവ് സന്നദ്ധമാണെന്ന് പറയുന്ന ഈശോ പറഞ്ഞ് ശരീരം ബലഹീനമാണ്. അപ്പം അതിനർത്ഥം എന്താണ്? മർക്കോസിൻ്റെ 16:38 ശരീരം ബലഹീനമായിരിക്കുന്നിടത്തോളം കാലം ആത്മാവ് സന്നദ്ധമായിട്ടൊരു കഥയുമില്ല. അതൊക്കെ തത്വത്തിൽ അംഗീകരിക്കണ പോലെ ഇരിക്കും. അപ്പം ബലഹീനമായ ശരീരത്തെ നമ്മൾ ശക്തീകരിക്കേണ്ടി വരും. ബലഹീനമായ ശരീരത്തെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് ആത്മസംയമനവും ഉപവാസവും പ്രാർത്ഥനയും ശാരീരികമായ സംയമനവും എല്ലാം. പക്ഷേ അങ്ങനെ അനുവർത്തിച്ച് ജീവിച്ചു പോകുന്ന മക്കള് അതിൽ തന്നെ ജീവിച്ച് അതേസമയം തന്നെ അങ്കലാപ്പില്ലാതെ കളകളിങ്ങനെ ഒത്തിരി ശത്രു വിതക്കും. പക്ഷേ അത് ശത്രു ചെയ്ത പണിയാണെന്ന് വിവേചിച്ച് വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ നീ ക്രമീകരിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ വീര്യപ്പെടുത്തേണ്ടതാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ വീര്യപ്പെടുത്തണമെന്ന് കർത്താവിൻ്റെ വചനത്തിലില്ലേ? ഇപ്പം നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 തെസ്സലോനിയൻസ് 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത് എന്നാണ് പറയണത് അവിടെ, അല്ലേ? ശരിയല്ലേ? 1 Corinthians 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് സംഭവം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ ആ വചനം ഒന്ന് അതിൻ്റെ ഷാഡോ വേർഡ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ആത്മാവിനെ നമ്മൾ വീര്യപ്പെടുത്തണമെന്ന് അതിൻ്റെ അർത്ഥം. ആത്മാവിനെ നമ്മൾ വീര്യപ്പെടുത്തണം. ക്രിസ്ത്യ ജീവിതം ആത്മാവിനെ വീര്യപ്പെടുത്തുന്ന ജീവിതമാണ്. അതിനാണ് നമ്മൾ പുണ്യത്തിൽ പുരോഗമിക്കുന്നതും
അതുപോലെ തന്നെ ആത്മവിശുദ്ധീകരണ നടപടികൾ ചെയ്യുന്നതും. അത് നിത്യമായ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം എന്തെല്ലാം തരത്തിലുള്ള ജിഹാദുകളാണ് നമ്മൾ കേൾക്കുക. ഈ പരിസ്ഥിതിവാദം പോലെ ഇപ്പോൾ ഒരു പരിസ്ഥിതി ജിഹാദായിട്ടുണ്ട്. പലതരത്തിലുള്ള ജിഹാദ്, ഇപ്പം ലവ് ജിഹാദ്, അങ്ങനെ പല ജിഹാദ് നമ്മൾ കേൾക്കുന്നില്ലേ. ഇപ്പോഴൊരു വർഗമാണ് പരിസ്ഥിതി ജിഹാദുകാർ. അതെല്ലാ ജാതിയിലും ഉണ്ടാവും, എല്ലാ മതത്തിലും ഉണ്ടാകും. പരിസ്ഥിതി ജിഹാദ്, വാ പൊളിച്ച പരിസ്ഥിതിയെ പറയത്തുള്ളൂ. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ മാർപ്പാപ്പനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നിരിക്കുന്നത്. ഇത്തരം ജിഹാദികൾ, പരിസ്ഥിതി ജിഹാദികൾ കുറേ കാലമായിട്ട് ഇങ്ങനെ മാർപ്പാപ്പനെ വട്ടമിട്ട് പറയിപ്പിച്ചിട്ടാണ് ഇപ്പം പരിശുദ്ധ പിതാവാകുമ്പോൾ ഒരു പക്ഷേ ലോകത്തിന് മുഴുവനും പിതാവ് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പരിസ്ഥിതിയെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ പോപ്പിന് പരിസ്ഥിതിയുടെ പ്രവാചകനായി മാത്രം ഉടനെ ബ്രാൻഡ് ചെയ്യും. അപ്പോൾ പിശാച് ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ബ്രാൻഡിങ് അവനാണതേ. 1000 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അതവർ ബ്രാൻഡ് ചെയ്യത്തില്ല. ഒരു പ്രാവശ്യം പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ അത് ബ്രാൻഡ് ചെയ്യും. അപ്പോഴെന്താണ്? അത് ശത്രു ചെയ്ത പണിയാണ്. അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? അത് ശത്രു ചെയ്ത പണിയാണ്. കാര്യം എന്തെല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് പറയുന്നു, അതൊന്നും മീഡിയ ബ്രാൻഡ് ചെയ്യണില്ല. ഈ പരിസ്ഥിതി ജിഹാദികൾ ചെയ്യണത് എന്താണ്? ആ വിഷയം പറയുമ്പോൾ അതിങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും പരിശുദ്ധ പിതാവ്, അതിൽ എന്തെല്ലാം വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരണത്. നരകമില്ല, ഒന്നും പിതാവ് പറഞ്ഞതില്ലേ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ഈ 13:27 വളരെ പ്രസിദ്ധമാണ്. പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്. പിന്നെ കളകൾ എങ്ങനെയുണ്ടായി? അത് ശത്രു ചെയ്ത പണിയാണ്. അതാണ് അച്ഛൻ പറയണത്. ശത്രുവിൻ്റെ പണി ഇപ്പം ഇത്തിരി കൂടുതലാണ്. പരിസ്ഥിതി പോലും ഒരു ജിഹാദി ആശയത്തിൽ ചെയ്യുന്നവരുണ്ട്. സഭയ്ക്കൊരു അങ്കലാപ്പ് ഈ വിഷയത്തിലില്ല. കാര്യം അങ്ങനെ അങ്കലാപ്പ് ഉണ്ടാകുന്ന ഒരു വിഷയമല്ല ഇത്. സഭ ഇത്ര വർഷമായി ഇവിടെ, 2000 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര കാലം, എത്ര വിപ്ലവങ്ങൾ കണ്ട ഒരു സഭയാണിത്. നമുക്കൊരു അങ്കലാപ്പുമില്ല. ഒരു ജിഹാദിനെ കുറിച്ചൊരു അങ്കലാപ്പില്ല. അത് ലവ് ജിഹാദായാലും ഇനി ഓരോരുത്തർ വിഭാവന ചെയ്യുന്ന സ്വന്തം സ്വർഗത്തിന് വേണ്ടി മറ്റുള്ളവൻ്റെ കഴുത്ത് വെട്ടുന്ന പരിപാടിയായാലും ശരി, അങ്ങനെയുള്ള ജിഹാദായാലും ഇതൊന്നും സഭയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ഭയവുമില്ല. കാര്യം എന്താ? ഇത് പത്രോസിൻ്റെ സഭയാണ്. ജയിലറയിൽ പത്രോസിനെ പൂട്ടിയിടുമ്പോൾ, കയ്യിലും കാലിലും പൂട്ടിയിടുന്ന കാലത്ത് സഭ കഥകടച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കും. ആ കഥകടച്ചിട്ടിരുന്ന് സഭ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്ന് ജയിലറ തുറക്കും. പത്രോസ് രാത്രി ഒറ്റക്ക് നടന്നുകൊണ്ട് ഈ പ്രാർത്ഥന മുറിയിലോട്ട് വരും. അതിൻ്റെ കഥകൾ അടച്ചിട്ടിരിക്കുമ്പോൾ തുറക്കുമ്പോൾ അവർ പത്രോസിനെ കണ്ട് ഞെട്ടിപ്പോവും. അതെന്താ? സഭയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മുട്ടും വിരിച്ചു പിടിക്കാനൊരു കൈ ഉള്ളിടത്തോളം കാലം ഒരു ജിഹാദിനെയും നമ്മൾ ഭയപ്പെടത്തില്ല. അപ്പം ആവശ്യമില്ലാത്ത ഒരു ഭീതി എല്ലായിടത്തും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. സഭ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ആദിമസഭയുടെ ചൈതന്യത്തോടു കൂടി ഏത് തുറുങ്കും കർത്താവിന് ദൂതൻ ഇറങ്ങി വന്ന് തുറപ്പിക്കുന്ന രീതിയിലെ വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ, പ്രാർത്ഥനയുടെ, പ്രത്യാശയുടെ ഒരു ജനത ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഒന്നിനെയും ഭയപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാലമെല്ലാം ഓരോരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കർത്താവിൻ്റെ സഭ ജനങ്ങളെ ഒരുക്കത്തുള്ളൂ.
പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പലതരത്തിലുള്ള ജിഹാദികളെ പരിശുദ്ധ ജിഹാദി പോലും സഭയെ ആക്രമിക്കുന്ന അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി സഭയെ കരുവാക്കുന്ന വലിയ ആധ്യാത്മിക വിവേചനമുള്ള ഒരു കാലത്ത് അപ്പോസ്തലിക സഭയുടെ പ്രാർത്ഥന വിശ്വാസ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എൻ്റെ പേര് അഞ്ജലി. ഞാൻ കോട്ടയത്തു നിന്നാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ 4-ാം തീയതിയാണ് ഒന്ന് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് എനിക്ക് ഉടമ്പടിയെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ കൂട്ടുകാർ പറഞ്ഞറിയാമെന്നതിലുപരി അങ്ങനെ അധികമൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്, എൻ്റെ ഒരു കസിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ വന്നപ്പം ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കത് കൃത്യമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നോ അങ്ങനെയൊന്നും അതിനെപ്പറ്റി ഒരു സാക്ഷ്യങ്ങൾ കാണുമെങ്കിലും അത് എവിടെ പ്രയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെയും വൈകിട്ടേയും പ്രാർത്ഥനയെല്ലാം കൃത്യസമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ പേടി. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഉടമ്പടി എടുത്തൊരു 1.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എൻ്റെ അമ്മ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് കുറേ നാളായിട്ടൊരു 5-6 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പം മെഡിസിൻ എടുക്കുമ്പോൾ കുറയും, പിന്നെയും വരും, കുറയും, അങ്ങനെയായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, കുറച്ച് നാളായിട്ട് നീ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ, തലവേദന കുറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് ആ തലവേദന പൂർണ്ണമായിട്ട് മാറി. പിന്നെ എനിക്ക് അതുപോലെ ഇത് മെഡിസിൻ എടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിൽ ഇതുവരെ തലവേദന വന്നിട്ടില്ല. അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കത് കുറഞ്ഞു. പിന്നെ അത് പ്രാർത്ഥനയിലോട്ട് വരാനുള്ളൊരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു 8-10 വർഷമായിട്ട് ഈ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വയറുവേദനയായിരുന്നു. ഇപ്പോൾ എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആ അവസ്ഥയിൽ കൂടെ പോകുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. വേദന സഹിക്കാൻ മേലാഞ്ഞ് ഞാൻ ബോധം കെട്ട് പോകുന്നൊരവസ്ഥയിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ഓരോ മാസം ഇനി ഈ മാസം എന്നാന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഈ സമയം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ സാക്ഷ്യത്തിലിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം അവരിങ്ങനെ ഉടമ്പടിത്തേലും തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നു അങ്ങനെ. അപ്പോൾ അന്നിങ്ങനെ ഇതിങ്ങനെ ചെറിയ രീതിക്ക് വയറുവേദന തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, നീ ഒന്ന് വയറ്റി കുരിശ് വരച്ച് പ്രാർത്ഥിക്ക്, കുഴപ്പമുണ്ടാകത്തില്ല എന്ന് തോന്നി. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചെയ്തു. ഉപ്പും കഴിച്ചു. പിന്നെ കുറച്ച് നേരത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ രാത്രി കിടത്തി ഉറക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ രാത്രി പ്രശ്നമില്ല, നെക്സ്റ്റ് ഡേ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 7-8 മാസമായിട്ട് ആ വേദന പിന്നെ ഞാൻ അറിഞ്ഞിട്ടേയില്ല. എനിക്ക് പിന്നെ വയറുവേദന വരാറേയില്ല. ഇത്രയും നാളോടുകൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. പിന്നെ എനിക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതില്ലാതെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സമാധാനം, റിലാക്സേഷൻ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു വലിയ കാര്യം അതായിരുന്നു മെയിൻ വിശ്വാസത്തിലോട്ട് ഞാൻ വരാൻ. ഒത്തിരി മെഡിസിൻ കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. ആയുർവേദം, അലോപ്പതി എല്ലാം നോക്കിയിട്ടൊന്നും വ്യത്യാസമില്ലാത്ത കാര്യം ഒറ്റ തവണ കൊണ്ട് എനിക്കത് മാറ്റി അമ്മ തന്നു. അത് ഒത്തിരി നന്ദി എനിക്ക് അതിന് തന്നെ പറയാനുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഒത്തിരി എപ്പോഴും ഇങ്ങനെ അസുഖം വരുന്ന കൂട്ടത്തിലായിരുന്നു എല്ലാവരും. അമ്മയ്ക്കാണേലും എനിക്കാണേലും അനിയത്തിക്കാണേലും അച്ഛനാണേലും എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കാരണം തന്നെ ഒത്തിരി അനിയത്തിക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ മിസ്സായി, അങ്ങനത്തെ അവസ്ഥകളായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ഈ വയറിനും നെഞ്ചിനുമായിട്ട് ഭയങ്കര വേദന വന്നിട്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. വേദന ഒന്നിക്ക് അമ്മയ്ക്ക് ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, അങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മ ഇരിക്കുക. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നീ എനിക്ക് ആ ഉപ്പും തൈലവും ഒന്ന് തന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പോയി അതെടുത്ത് അമ്മേനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അപ്പോഴത്തേനും അമ്മ ഇരുന്നു. ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. ഞാൻ കണ്ണടച്ച് 2 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണുറന്നതിന് അമ്മ ഉറങ്ങി. പിന്നെ ഇതുവരെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ അനിയത്തിയുണ്ട്, ആൾ അങ്ങനെ വലിയൊരു വിശ്വാസത്തിലോട്ടുള്ള ഒരു ഇതൊന്നുമില്ല. അവൾ +1 പഠിക്കുന്നത്. അപ്പോൾ അവൾ കുറച്ച് നാളായിട്ട് അവൾക്കിങ്ങനെ ഈ ചെസ്റ്റ് ഇൻഫെക്ഷനും
ഈ ത്രോട്ട് പെയിനും ഒക്കെ ആയിട്ട് വെള്ളം പോലും ഇറങ്ങാതെ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുക. അപ്പം ഞാനുള്ള ചോദിച്ചു, നിനക്ക് ഞാൻ തൊണ്ടേ തൈലം തേച്ച് പ്രാർത്ഥിക്കട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുള്ളിക്കാരി വലിയ കാര്യമായിട്ട് ചെയ്യത്തില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് കുരിശ് വരച്ച് കാശ് കഴുത്തെ തൊട്ടതും അവളുടെ ആ ബുദ്ധിമുട്ട് മൊത്തത്തിൽ മാറി. അന്ന് തൊട്ട് പുള്ളിക്കാരിയും ഭയങ്കര വിശ്വാസിയാണ്. വെള്ളം ഇറങ്ങാൻ തുടങ്ങി, തൊണ്ടയുടെ വേദന, അവൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ആൻറ്റിബയോട്ടിക്സ് എടുത്തുകൊണ്ടിരുന്ന ആൾക്ക് ഒറ്റ സെക്കൻഡിലൊക്കെ കാശ് തൊട്ടപ്പോൾ മാറി. അത് വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അവളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. പിന്നെ എൻ്റെ അനിയത്തിയുടെ എക്സാമിൻ്റെ സമയം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ക്ലാസ് അവൾക്ക് മിസ്സായിട്ട് 10th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഒക്കെ ഒരു ടൈം ആകുമ്പോഴത്തേനും ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എന്നും കരച്ചിലും ബഹളവും. രാത്രി ചിലപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടന്ന് വെറുതെ കരയും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാവും എന്നൊക്കെ പറയും. എന്നിട്ടും പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കൊന്തയൊല്ലി ആ കൊന്ത അവൾക്ക് കൊടുത്തു വിട്ട് പരീക്ഷയ്ക്ക് വിടും. അവൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയും, പാടായിരുന്നു, ജയിക്കുമോയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ വിഷയത്തിനെല്ലാം A+ ആയിരുന്നു. 95% മാർക്ക് മേടിച്ച് അവൾ ജയിച്ചു. അതിനും അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ഇതുപോലെ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൊള്ളലുകൾ സർവ്വസാധാരണമായിട്ട് വരുന്നതാണ്. എൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ പാട് മാറി വരുന്നേ ഉള്ളൂ. അതുപോലെ എന്നും ഓരോ ഇതായിരുന്നു. ഒരു ദിവസം ഇതേപോലെ അമ്മ റൈസ് കുക്കറിലോട്ട് തിളച്ച വെള്ളവും അരിയായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തെന്നി താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അങ്ങനെ വീണു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അടുക്കളയിലോട്ട് കയറുമായിരുന്നു. അപ്പോൾ എൻ്റെ കാലയിലേക്കും വെള്ളം വീണു. പക്ഷേ എനിക്കൊരു ലൈറ്റ് ചൂടുവെള്ളം എൻ്റെ കാലയിൽ വീഴുന്ന പോലെ തോന്നിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത്രയ്ക്ക് ഉള്ളൂ എന്ന് വിചാരിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ അമ്മയുടെ കാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം എന്നോട് പറഞ്ഞു, നീ വേഗം തൈലം എടുത്ത് എൻ്റെ കാലം ഒന്ന് തേക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ വേഗം പോയി തൈലം കാല തേച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വിരലേലും കൂടെ ഇച്ചിരി തേക്കാവോ എന്ന് ചോദിച്ചു. അപ്പം വലിയ പൊള്ളലില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ വിരലെ തേച്ചില്ല, കാലിൻ്റെ പത്തിയെ മാത്രം തേച്ച് എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ തിരിച്ചു വന്നത്, പിന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്ത് ഞാനും അച്ഛനും കൂടെ അത് എടുത്തപ്പം ഈ കലം ഇങ്ങനെ പൊക്കുമ്പോൾ സാധാരണ ആദ്യം വെള്ളമാണല്ലോ പുറത്തേക്ക് വരുന്നത്. പക്ഷേ അടിയിൽ കിടന്ന അരി മുഴുവൻ ആദ്യം പുറത്തേക്ക് വന്നിട്ട് ആ വെള്ളം മുഴുവൻ ആ കലത്തിൽ ഞങ്ങളുടെ ആരുടെയും മേത്ത് വീഴാതെ അതേപോലെ ഉണ്ടായിരുന്നു. നമ്മുടെ കാലം കുറച്ച് തെറിച്ച് എൻ്റെ കാലം ശകലം അത്രേ വീണുള്ളൂ. അത് മൊത്തം അതെങ്ങനെ സംഭവിച്ചു എന്നൊരു പിടുത്തമില്ല. അപ്പോൾ അച്ഛനും ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡായിട്ട് കുറച്ച് നേരം ഇരുന്നിങ്ങനെ ആലോചിച്ചു. പക്ഷേ അപ്പോൾ ഒന്നും തോന്നിയില്ല. അന്ന് വൈകുന്നേരം ഞാനിങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പ്രാർത്ഥന ചൊല്ലി ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയപ്പം ഞാനിങ്ങനെ കാണുക അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകുന്നതും ഇവിടുത്തെ മാതാവിനെയാണ് ഞാൻ കണ്ടേ. അമ്മ അതിങ്ങനെ കൈകൊണ്ട് നേരെ നിലത്തേക്ക് കമത്തുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ആ കുട ഇരുന്നേച്ചേ, അതെങ്ങനെ താഴെ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ കണ്ടു. പിന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായി. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന വേഗം ചൊല്ലി തീർത്ത് ഞാൻ അമ്മയടുത്ത് പോയി പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം അമ്മയ്ക്ക് കാലിന് നല്ല കുറവുണ്ട്, നേരത്തെ ഭയങ്കര പോച്ചിലായിരുന്നു, ഇപ്പോൾ പോച്ചിലൊന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പം ഞാൻ ആ ഉടമ്പടിത്തയിൽ എവിടെയൊക്കെ തൊട്ടില്ല അവിടെ മാത്രം പൊള്ളി എന്ന് പറഞ്ഞാൽ എന്നാലും കൊമളച്ചൊന്നും വന്നില്ല. അപ്പം തന്നെ ഞാൻ ബാക്കി തേച്ചിട്ട് അമ്മയെ ഇത് കൊമളച്ച് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അത് ഒരാഴ്ചയ്ക്കുള്ളത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. അതുപോലെ ഒരുപാട് കാര്യത്തിൽ ഇപ്പം എന്തെങ്കിലും മുടക്കം വരുന്നുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരിങ്ങനെ പറയും പ്രാർത്ഥിക്കണം. അപ്പം ഞാനിവിടുന്ന് അച്ഛൻ വെഞ്ചരിച്ച് വന്ന കാശ് കൊടുത്തു വിടും. അതുകൊണ്ട് നിവർത്തിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ വഴി ഉടമ്പടിയിലോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ പത്രം ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ അപ്പോൾ അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ ആദ്യത്തെ തവണ ഇതേപോലെ കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പം ഭയങ്കര സ്വീകാര്യതയായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. അപ്പം നെക്സ്റ്റ് ടൈം ഇതേപോലെ രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കി കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, ഇന്ന് ചോദ്യം ചെയ്യപ്പെടും ഉറപ്പായിട്ടും. ഞാൻ ഒരു വാർഡും അവിടെ ഒരാളെയും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിന്നിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു, ഇതേപോലെ ഇന്ന് ഞാൻ ചോദ്യം ചെയ്യപ്പെടും, എൻ്റെ ഉത്തരം മുട്ടിപ്പോകും അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല നീ പൊക്കോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആദ്യം അവിടെ ചെന്നിട്ട് ഞാൻ ആ കണ്ട വാർഡിലോട്ട് തന്നെ പോയി. അവിടെ ചെന്നപ്പം
ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല, എല്ലാവരും മേടിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഒരാൾ എന്നെ തന്നെ നോക്കുക. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇറങ്ങാതരം പുള്ളി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട്, രോഗിയാണ് പുള്ളി, എന്നിട്ട് ഒരു 1/4 മണിക്കൂർ മിച്ചം എന്നെ അവിടെ ഇരുത്തി കുറേ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഈ ബൈബിളിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ബോധ്യമില്ല. എന്നും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും, പക്ഷേ ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് സംശയമാണല്ലോ. ഞാനൊരു കാത്തോലിക് അല്ല, അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു പുള്ളി ചോദിച്ചപ്പോൾ. കുറേ നേരം ചോദ്യം ചെയ്ത് അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ, ഇപ്പം നമ്മുടെ വിശ്വാസമുള്ള നമ്മളെ രക്ഷിക്കുന്നത്, അങ്ങനെ ഞാൻ ഇതറിഞ്ഞ് വിശ്വസിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിയൊന്നും പറഞ്ഞില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് മുന്നേ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പോയിട്ട് കാര്യമില്ല, അങ്ങനെ എനിക്ക് ഒരുപാട് തവണ കാണിച്ചു തന്നിട്ടുണ്ട്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ ചോദിക്കുക, മാതാവേ ഞാൻ എന്നാ ചെയ്യണ്ടേ, ഇത് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് അടയാളം കാണിച്ചു തരും. ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ മാതാവും ഈശോപ്പയും ഔസപിതാവും എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കാരുണ്യപ്രവർത്തനങ്ങളായിട്ട് പോകാറുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ കർണാടകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ മാറ്റാനായിട്ടുള്ള ഒരുപാട് ഇത് വന്നിട്ടും മാറ്റിയില്ല. അപ്പോൾ കേരളത്തിൽ നമുക്ക് ജോലിക്ക് കയറണമെങ്കിൽ രജിസ്ട്രേഷൻ മാറ്റണം. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടെന്നാൽ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിനക്ക് സാലറി ഇല്ലാതെ വർക്ക് ചെയ്തുകൂടാ, അപ്പോൾ രജിസ്ട്രേഷൻ്റെ വിഷയമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും തോന്നി അത് ശരിയാ, ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുന്നതിൽ നല്ലതല്ലേ. അപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോയി, സാലറി ഇല്ലാതെ രോഗികളെ നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു, രോഗങ്ങൾ കുറഞ്ഞു, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ആൾക്കാരെ നോക്കുമ്പം സാലറി ഒന്നും ഒരു പ്രശ്നമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാരുണ്യപ്രവൃത്തിയാണ് നമുക്കൊരിതെന്നുള്ള രീതിക്ക്. ഞാനിപ്പോൾ ഒരു 2 മാസമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരും. അത് കുറച്ച് നാളായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഞാൻ എല്ലാം അവിടുത്തെ ഹിതത്തിന് വിട്ടുകൊടുത്തു. അമ്മയ്ക്കും അമ്മ തിരുക്കുമാരനും ഔസപിതാവിനും ഒരു കോടി നന്ദി. എൻ്റെ പേര് ബിന്ദു, ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 19-നാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ മാതാവും ഞങ്ങളുടെ വീട്ടിൽ ഒരു തവണ വന്നിരുന്നു. അത് ചേട്ടന് കൈക്കും തോളിനും സുഖമില്ലാതെ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2 വർഷമായിട്ട് ഉണ്ടായിരുന്നു. ആ കൈക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. അത് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, ആയുർവേദവും ഇംഗ്ലീഷും അക്യുപഞ്ചറും ഒക്കെ നോക്കി, എന്നിട്ട് ഒരു ഫലവും ഇല്ലാഞ്ഞ് ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ ഈ പള്ളിയുടെ ഒരു ഇത് അറിയുന്നത്. അതിനു മുമ്പ് എനിക്കിത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മോള് പറഞ്ഞു, ഇത് ഇന്നടുത്ത് ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഞങ്ങൾക്ക് ശകലം ഉപ്പും പത്രമൊക്കെ തന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്തോളാം, എൻ്റെ ചേട്ടൻ്റെ അസുഖമൊന്ന് മാറ്റി തരണമെന്ന് ഞാൻ പറയുമായിരുന്നു. പറഞ്ഞിട്ട് ഉപ്പ് തേച്ച് കൊടുക്കുമായിരുന്നു. എന്നിട്ട് പത്രം എടുത്ത് തലാണി കിഴി വയ്ക്കുമായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞെടി എൻ്റെ കൈയുടെ വേദന മാറി, നീ എന്തുവാ എനിക്ക് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉപ്പാ തേച്ചെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വേദന മാറി. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് എനിക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് എനിക്ക് ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സെപ്റ്റംബറിലാണ് ഞാൻ വന്നത്. സെപ്റ്റംബറിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് അപ്പോഴും ഞാൻ ചേട്ടൻ്റെ കാര്യം വെച്ചിരുന്നു. പിന്നെ പക്ഷേ അന്ന് തൊട്ട് ഇതുവരെ രണ്ടാമത് ചേട്ടനൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നിട്ടില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പോലും ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാൻ 2-3 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു 10-12 വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുമായിരുന്നു. അതിന് കുറേ പരിഹാരങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഒന്നും ഒരു ഇതുമായില്ല. വീണ്ടും രാത്രി വീട് വിട്ട് പോവുക, ഓർമ്മയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ജോലിക്ക് പോകത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഉടമ്പടിയിൽ അതും വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടേതായ പരിഹാരക്രിയകളെല്ലാം ഞാൻ ചെയ്തിരുന്നു. അപ്പോഴൊന്നും അതിനൊരു പരിഹാരവും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതിലും ഞാൻ വെച്ചിരുന്നു, ചേട്ടൻ്റെ ഈ ശരീരത്തുള്ള ആ ഒരു അസ്വസ്ഥത മാറണമെന്ന് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. അങ്ങനെ ഞാൻ രാത്രി ചേട്ടൻ കിടക്കുമ്പോൾ തന്നെ ഞാൻ വീട് അകത്തുനിന്ന് പൂട്ടി ചാവി മാറ്റി വെക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല, കഥ പൂട്ടുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ എന്നോട് പറഞ്ഞേട്ടി, ഞാൻ ഇന്നലെ രാത്രി വെളിയിൽ ഇറങ്ങിപ്പോയി. അപ്പം ഞങ്ങളുടെ രണ്ട് വീടിനപ്പുറം ആറാണ്. അപ്പോൾ ആറ്റിൽ പോകാനായിട്ട് പോവുക രാത്രിയിൽ. അപ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ അപ്പുറത്തൂടെ തലയെ തുണിയിട്ട് ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിച്ചു, എവിടെ പോവാമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ആറ്റിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് പറഞ്ഞു, ഞാൻ വരുന്നത് നോക്കി ഞാൻ ഇരിക്കുക, തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ച് ചേട്ടൻ വന്ന് കഥകിൻ്റെ അവിടെ നിന്നപ്പോഴും മാതാവ് അവിടെ നിൽപ്പുണ്ട്. അന്ന് കഴിഞ്ഞ് ഇന്ന് വരെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യവും ചേട്ടന് ഇല്ല. അത് രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഇവിടുത്തെ ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനും ചേട്ടനും മോനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ അവർക്ക് തൈലം തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു, എടി എനിക്ക് തൊണ്ടവേദനയാണ്, എനിക്കിച്ചിരി തേൻ നീ പ്രാർത്ഥിച്ച് തരാൻ പറഞ്ഞു. പക്ഷേ ഞാനതങ്ങ് മറന്നുപോയി. മോന് ഞാൻ ഉപ്പ് പ്രാർത്ഥിച്ച് കൊടുത്തു, ചേട്ടനും ഞാൻ തേൻ പ്രാർത്ഥിച്ച് കൊടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ തേൻ ചോദിച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് മാതാവ് തന്നെ വന്ന് എൻ്റെ വായിക്കകത്ത് തേൻ ഒഴിച്ച് തന്നെന്ന് പറഞ്ഞു. അങ്ങനെ 3 തവണ എൻ്റെ വീട്ടിൽ മാതാവ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യമായപ്പോൾ ജോലിക്കൊക്കെ പോകാനോ എടുക്കാനോ ഒന്നും ഭയങ്കര മടിയായിരുന്നു. ജോലിക്ക് പോകത്തില്ല. അങ്ങനെ കടവും കാര്യവും ഏറെ ലോണ് ജപ്തിയുടെ വക്കിലെത്തി. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതെല്ലാം വെച്ചിരുന്നു, നിയോഗത്തിൽ വെച്ചിരുന്നു. പക്ഷേ മാതാവ് എനിക്കറിയാൻ വയ്യ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ, എൻ്റെ ലോൺ കാര്യങ്ങളാണേലും കുറേ സ്വർണ്ണങ്ങൾ പണയത്തിയിരുന്നു, എങ്ങനെ ഇതെല്ലാം എന്നെക്കൊണ്ട് അടയ്ക്കാൻ പറ്റിയെന്നു തന്നെ എനിക്കറിയാൻ വയ്യ. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഒരു 3ാമത്തെ ഉടമ്പടിക്ക് ഞാൻ വന്നപ്പോൾ, ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ ഞാൻ ബസ്സിലിരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം, പക്ഷേ ഞാനിന്ന് വരുമ്പോൾ നീ എനിക്കൊരടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് കൗണ്ടറിൽ വന്ന് ടോക്കൺ എടുക്കാൻ നേരം എൻ്റെ ഉടമ്പടി പത്രിക നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് മാതാവ് അത് മാറ്റിവെച്ചതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ആരോടെങ്കിലും ചോദിക്കുക. അപ്പോൾ ആരോട് ചോദിക്കാനാമോ, ഫുൾ ആളുള്ളടുത്ത് ഞാൻ ആരോട് പോയി ചോദിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടുത്തെ ആ പയ്യൻ TV ഓണാക്കാൻ വരുമ്പോൾ അതിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉടമ്പടി പത്രിക നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് പിന്നെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തപ്പോൾ നിമിഷ നേരം കൊണ്ട് എനിക്ക് ആ ഉടമ്പടി പത്രിക എനിക്ക് തിരിച്ചു കിട്ടി. കാരണം എനിക്കറിയാം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാതാവ് എൻ്റെ ഉടമ്പടി പത്രിക മാറ്റി വെച്ചതെന്ന് എനിക്കതറിയാമായിരുന്നു. കാരണം അത് നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നും ആരും അത് കൊണ്ടുപോകത്തില്ലെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ തിരിയലാണെങ്കിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരിയൽ ഈശോയുടെ മാതാവിൻ്റെ ഒത്തിരി രൂപങ്ങൾ വന്ന് ഞാൻ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തു വയ്ക്കുമായിരുന്നു. പക്ഷേ രാവിലത്തെ പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന എല്ലാം ഒരു മുടക്കവും കൂടാതെ എനിക്ക് ചെയ്യാൻ കഴിയുന്നു. എനിക്കൊരു ജോലിയില്ലായിരുന്നു, ഞാനൊരു കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു വീട്ടിൽ പോയിരിക്കുക. പക്ഷേ അവിടെ പോയിട്ടും എൻ്റെ പ്രാർത്ഥനകളൊന്നും ഒരു മുടക്കവും കൂടാതെ എനിക്ക് ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടത്താൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് വന്നതാണ്, എന്നിട്ട് പോലും അവരൊരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ 5ാമത്തെ പുതുക്കലായിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ചേട്ടനെ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ എൻ്റെ കടബാധ്യതകളും ഈ കടങ്ങൾ കാരണം എനിക്ക് രാത്രിയിൽ ഒന്ന് ഉറങ്ങാൻ പോലും, സമാധാനത്തെ ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്നും വരെ കിടന്നു കഴിഞ്ഞ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങിപ്പോകും. ആ ഒരവസ്ഥയാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഞാനൊരു കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ജൂലൈ ആയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ നീയാ എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരവസ്ഥ നീ മനസ്സിലാക്കി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ എല്ലാ കാര്യവും ഞാൻ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്.
അതുപോലെ തന്നെ എനിക്കറിയാം എന്തൊരു കാര്യം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാലും ഈശോയും മാതാവും എനിക്ക് സാധിച്ചു തരാനുണ്ട്. ചേട്ടൻ പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്. കൈക്ക് വേദനയൊക്കെ മാറി. പക്ഷേ ഇപ്പം പണി ചെയ്യണ്ട, പണി സൈറ്റൊക്കെ നോക്കിയാൽ മതി. പിന്നെ പണിക്കാർ ആരെങ്കിലും ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ചോറ് മേടിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചേട്ടൻ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് തിരിച്ച് ചെന്നിട്ട് വേണം ഈശോയുടെയും മാതാവിൻ്റെയും കാരുണ്യത്തെ നല്ല ഇതായിട്ട് പ്രവർത്തിക്കാനും കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടാനും ചെയ്യണം എനിക്ക്.